അപ്പോഴേ നമുക്കിന്ന് കൊച്ചിക്കാരുടെ മീൻ തിളപ്പിച്ചതൊന്നും ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു, അതും ചതച്ചെടുത്തു. പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തു, അതും ചതച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വേപ്പിലയാണ്, അതുകൂടി എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി വെച്ചു, ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. പിന്നെ ചെറിയ ഉള്ളി ചതച്ചത്, അതിന് ശേഷം ഞാൻ ഇഞ്ചി ചതച്ചിട്ടു. പിന്നെ കാന്താരി മുളക് ചതച്ച് വെച്ചിരിക്കുന്നതും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അപ്പം വേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി അത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് ഇടുക. പിന്നെ ഇതൊന്ന് പച്ചമണം മാറി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഇതിൽ ഞാൻ പുളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചേച്ചി കമൻ്റ് ഇട്ടായിരുന്നു, കൊച്ചിക്കാർ പുളി ഉപയോഗിക്കില്ല എന്ന്. ഇവിടെ അതാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് അത് ഇടാറുള്ളത്. പിന്നെ ഇവിടങ്ങളിൽ ചിലപ്പോൾ വിനിഗറോ അല്ലെങ്കിൽ തക്കാളിയോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം തിളച്ച ശേഷം മീനിട്ടു ഒന്ന് പറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് ഗ്രേവി അധികമൊന്നും ഇല്ലാത്ത കറിയാണ്, അധികം പുളിയുമില്ല, ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.